ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം, ജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം മരണഭയമാണ്. ആ മരണഭയം ലോകത്തെ മുഴുവൻ കീഴടക്കി ധീരന്മാരെ പോലും ഭയപ്പെടുത്തുന്ന ഒരു സമയത്ത് ഭഗവാൻ ഗീതയിൽ പ്രഖ്യാപിക്കുകയാണ്, അർജുന, ഞാനീ മരണത്തിൽ കരയുകയില്ല, ജീവിതത്തിന്റെ ദുഃഖങ്ങളിൽ കരയില്ല. യം ഹി ന വ്യതിയന്ത്യതേ പുരുഷം പുരുഷർഷഭ സമദുഃഖ സുഖം ധീരം സ്വ അമൃതത്വായ കൽപ്പതേ. അർജുന, ജീവിതത്തിൽ സുഖവും ദുഃഖവും വരും. ആരെയാണോ ഇതൊന്നും ചലിപ്പിക്കാത്തത്, ഏത് ശ്രേഷ്ഠ പുരുഷനെയാണോ ഇതൊന്നും ചലിപ്പിക്കാത്തത്, അവന് മാത്രമേ അമരപദത്തിന് അർഹത നേടാൻ സാധിക്കുകയുള്ളൂ. ഗീത വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമാണ്. ഈശ്വരന്റെ അടുത്ത് എത്തണമെങ്കിൽ സുഖം, ദുഃഖം, നിന്ദ, സ്തുതി, മാനം, അപമാനം, ജയം, പരാജയം, ശീതം, ഉഷ്ണം ഇതെല്ലാം ഒരുപോലെ കാണുന്ന ശക്തമായൊരു മനസ്സിന് മാത്രമേ ഈ പ്രപഞ്ചചക്രത്തെ ഭേദിച്ച് ആ പരമാത്മതത്വത്തിലേക്ക് അല്ലെങ്കിൽ പരമാത്മാവിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് ഒളിച്ചോടുന്നവർക്കോ ഭീരുക്കൾക്കോ വയസ്സായവർക്കോ എന്ന് ചിന്തിച്ചു പോകരുത്. ജീവിതത്തിന്റെ പോർക്കളത്തിൽ വരുന്ന സുഖദുഃഖങ്ങളെയും നിന്ദാസ്തുതികളെയുമെല്ലാം ഒരുപോലെ കാണുന്ന ഒരു ശക്തമായ മനസ്സിന് മാത്രമേ അർജുന എന്റെ അടുത്തെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് ജ്ഞാനിയുടെ മട്ടിൽ സംസാരിച്ചുകൊണ്ട് എന്നെ കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്ക് എല്ലാവർക്കും ഈ ആധ്യാത്മികതയെക്കുറിച്ചൊരു തെറ്റിദ്ധാരണയുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ കുറെ കടന്ന് കരഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനമാണിത്. ഇത് ദുഃഖിതർക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. ഇത് എന്തോ പ്രേമനൈരാശ്യം വന്നവർക്ക് പോകാനുള്ളൊരു വഴിയാണ്. ജീവിതത്തിൽ പരാജയം വന്നവർക്കുള്ളൊരു വഴിയാണ് ആധ്യാത്മികത. ഒന്നുമല്ല. ജീവിതത്തിൽ ഇഹലോകത്തിൽ ജയിച്ചാൽ മാത്രമേ പരലോകത്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. ജീവിതത്തിന് ശേഷം, ജീവിച്ചതിന് ശേഷം മാത്രമേ, എങ്ങനെ ജീവിച്ചു എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ദൈവം നമ്മളെ സ്വീകരിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ജീവിതത്തിൽ പരാജയപ്പെട്ടവർക്കും ഒളിച്ചോടുന്നവർക്കുമുള്ള ഒരു മാർഗമാണ് ആധ്യാത്മികത എന്ന് ഗീത ഒരിക്കലും സമ്മതിക്കുന്നില്ല. ദുഃഖമുണ്ടായിരിക്കും, പല കാരണങ്ങൾ കൊണ്ട് മനുഷ്യന് ദുഃഖമുണ്ടായിരിക്കും. പക്ഷെ ദുഃഖം സുഖത്തിലേക്കുള്ള ഒരു മാർഗം അല്ല. ദുഃഖിക്കുന്ന മനസ്സ് ആനന്ദസാഗരത്തിലേക്ക് എത്തത്തില്ല. അതുകൊണ്ട് അർജുനൻ വിചാരിച്ചത് ഈ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ഞാൻ കിടന്നങ്ങ് നിലവിളിക്കുമ്പോൾ ഈശ്വരൻ അങ്ങനെ എടുത്ത് അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, ഈ ശത്രുക്കളൊക്കെ ചിലപ്പോൾ അങ്ങ് കത്തിച്ചു കളയും. ഇതൊക്കെയായിരുന്നു അർജുനന്റെ തെറ്റിദ്ധാരണ. ഭഗവാൻ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത വിധത്തിൽ സംസാരിച്ചു. അർജുന, നടക്കില്ല. ജീവിതത്തിൽ സുഖത്തെയും ദുഃഖത്തെയും തുല്യമായ നിലയിൽ കാണുന്ന ധീരമായ ഒരു പുരുഷന് മാത്രമേ എന്റെ അടുത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഭഗവത്ഗീത ഭക്തർക്ക് ഒരു ശക്തമായ ലക്ഷ്യം വെച്ചു കൊടുക്കുകയാണ്, കരയരുത്. കുറെ കാര്യങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിക്കുന്ന ആലോചിച്ച് കരയുന്നവര്, ആരുടെയും ബന്ധുമിത്രാദികളുടെ മരണം ആലോചിച്ച് കരയുന്നവര്, പല പല ദുഃഖങ്ങൾ കണ്ട് കരയുന്നവര്, ഭഗവാൻ കരയരുത്. അതുകൊണ്ട് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ഇന്ന് ഒരു തീരുമാനം എടുക്കുക, ഒരു ദൃഢമായൊരു സങ്കല്പം എടുക്കുക. ജീവിതത്തിലെ എന്തു വന്നാലും ഞാൻ കരയില്ല. പുറമേ മാത്രമല്ല അകമേയും കരയരുത്. ആനന്ദചിത്തൻ ആനന്ദത്തോടുകൂടി ഇരിക്കാൻ പഠിക്കണം. സുഖസ്വരൂപനായ ആത്മാവ് സുഖത്തിലിരിക്കാൻ പഠിക്കണം. ബാക്കി ഇതെല്ലാം പുറമേ കാണുന്ന രംഗങ്ങൾ മാത്രമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇതെല്ലാം നമുക്ക് ഗീതയിൽ കാണാൻ സാധിക്കും. ആദ്യമേ ലക്ഷ്യം നമുക്ക് പറഞ്ഞു തരാണ്, കരയാൻ പാടില്ല. കരഞ്ഞുകൊണ്ട് ഇതിലേക്ക് സമീപിക്കാൻ പറ്റില്ല. പിന്നെ എന്താ പഠിപ്പിക്കുന്നത്? കരയാതിരിക്കാനുള്ള പഠിപ്പ്. ഗീത കരയാത്ത മനുഷ്യരെ വാർത്തെടുക്കാനുള്ള ഒരു തത്വശാസ്ത്രമാണ്. ഏത് സമയത്താണ്? ധീരനായ അർജുനന്മാര് പോലും കരയുന്ന ഒരു സന്ദർഭത്തിൽ. നമ്മുടെ എല്ലാം കൺമുമ്പിൽ ഒരു കൂട്ടക്കുരുതി, അത് ഏതെല്ലാം രീതിയിൽ വരുമെന്നറിയാമോ? അത് അണുബോംബിന്റെ രീതിയിൽ, അഗ്നിയുടെ രീതിയിൽ, കൊടുങ്കാറ്റിന്റെ രീതിയിൽ, വെള്ളപ്പൊക്കത്തിന്റെ രീതിയിൽ, വെട്ടിന്റെയും കുത്തിന്റെയും രീതിയിൽ എല്ലാം ഹോൾസെയിലായിട്ട് വരാൻ പോകാണ്. മരണം ഹോൾസെയിലായിട്ട് ഭൂമിയിൽ വരാൻ പോകാണ്. മൃത്യു താണ്ഡവ നൃത്തമാടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അങ്ങനെ മൃത്യു താണ്ഡവ നൃത്തമാടുന്ന സമയത്ത് മൃത്യു ഭയമില്ലാണ്ട് നിൽക്കണം. മൃത്യുവിനെയും ആസ്വദിക്കണം. മൃത്യു എല്ലായിടത്തും വ്യാപിക്കുമ്പോൾ അതിൻ്റെ കൂടെ വേറെ സാധനം കൂടി വരും, കൂട്ടക്കരച്ചിൽ. അവിടെ ഇവിടെയും വെട്ടും കുത്തും നടക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ കരച്ചിലും മരിക്കുന്നവരുടെ കരച്ചിലും കൊല്ലുന്നവന്റെ അട്ടഹാസവുമായിരിക്കില്ലേ? ഈ അട്ടഹാസങ്ങളിലും ഈ കരച്ചിലിന്റെ ഇടയിലും കരയാത്ത ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കി എടുത്തേ പറ്റൂ. കരയുന്നവരല്ല ഈശ്വരന് ആവശ്യം, കരയാത്തവരെ. കരയുന്നവരുടെ കരച്ചിലെ ഇല്ലാണ്ടാക്കണമെങ്കിൽ ആദ്യം നമ്മൾ കരയാത്തവരാകണമല്ലോ. ഭഗവാൻ കരഞ്ഞിട്ടില്ല. അർജുനൻ ഇത്രയും വാവിട്ട് നിലവിളിച്ചപ്പോഴും മന്ദസ്മിതം പൂകി നിൽക്കുന്ന ഭഗവാനെയാണ് വ്യാസമഹർഷി കാണിച്ചിരിക്കുന്നത്. പൊട്ടിച്ചിരിച്ചോ കളിയാക്കി ചിരിച്ചോ ഒന്നുമില്ല. പക്ഷേ രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, പ്രപഞ്ച രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കരയില്ല. അപ്പോൾ ആ രഹസ്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന് ഒരു വലിയ കൂട്ടക്കരച്ചിലിന്റെ വക്കിൽ ഒരു മൃത്യുവിന്റെ താണ്ഡവ നൃത്ത മധ്യേ കരയാത്ത ഭയപ്പെടാത്ത മനുഷ്യരെ വാർത്തെടുക്കണം. അതാണ് ആ ലക്ഷ്യം നമ്മളൊന്ന് മുറുകെ പിടിക്കുക. എനിക്കത് സാധ്യമാകുമോ? നമുക്ക് ദുർബലമായ മനസ്സുകളാണ്. കൊച്ചു കൊച്ചു കാര്യത്തിന് കരയുന്നവർ. ഒരു മരണം നമുക്ക് കേൾക്കാൻ പോലും പറ്റില്ല. അമ്മ മരിക്കും, ഭാര്യ മരിക്കും, ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞാൽ തകർന്നു പോകുന്ന മനസ്സുകളാണ് ഇന്ന് നമ്മുടെ എന്ന് മനസ്സിലാക്കണം. നോക്കൂ, ഏറ്റവും ദുർബലമായ ഒരു സമയത്തായിരിക്കും ഈശ്വരൻ നമ്മളെ ബലവാനാക്കാൻ വരുന്നത്. ബലമുള്ള ഒരാളെ, ഒരു സ്വാമി വിവേകാനന്ദനെ ഭഗവാനെ വലുതായിട്ട് സഹായിക്കേണ്ട കാര്യമില്ല. കാരണം സ്വയം നല്ല ബലമുണ്ടല്ലോ. പക്ഷേ അനേക ജന്മങ്ങൾ എടുത്ത് ആന്തരികമായും കുബേരന്മാരായിരുന്നവരെ, അമരന്മാരായിരുന്നവരെ, മരണഭയമില്ലാത്ത ഒരു ജനത നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ആ അമരന്മാര് തന്നെയാണ് ഇന്ന് മൃത്യു എന്ന് കേട്ടാൽ ആകെ ബോധം കെട്ടു വീഴും. അങ്ങനെയുള്ളവരെ, ഈ കുചേലന്മാരെ, ആന്തരികമായി കുചേലന്മാരായി പോയ, ശക്തിഹീനരായി പോയ, ദുർബലരായി പോയ തന്റെ ഭക്തരെ ആധ്യാത്മികമായ ബലം കൊടുത്ത്, ആ ബലം നേടാൻ ആവശ്യമായ കൂട്ടുകെട്ട് കൊടുത്ത്, അവന്റെ ദുർബലതയെ വളർത്താനുള്ള കൂട്ടുകെട്ടൊന്നും ഈശ്വരൻ സമ്മതിക്കില്ല. നമുക്ക് പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും പറ്റുന്ന കുഴപ്പം എന്താണെന്നറിയാമോ? മക്കളുടെ ദുർബലതയെ വളർത്തുന്ന ആ കൂട്ടുകെട്ടാണ് അവർ കൊടുക്കുന്നത്. അതിനാണ് അവർ വളം വെച്ച് കൊടുക്കുന്നത്. അത് ഭഗവാനാവുന്ന അച്ഛൻ്റെ അടുത്തുനിന്ന് പ്രതീക്ഷിക്കരുത്. നമ്മളെ ബലവാനാക്കാൻ ആവശ്യമായ കൂട്ടുകെട്ട്, വലിയ പ്രതിസന്ധികളിലേക്ക് തന്റെ ഭക്തൻ പോകുമ്പോൾ അവിടെ തീർച്ചയായിട്ടും സഹായഹസ്തവുമായി വരുന്ന ഭഗവാൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? സഹായിച്ച് ദുർബലനാക്കാനല്ല, സഹായം കൊടുത്ത് ബലവാനാക്കാൻ വേണ്ടിയിട്ട് ഈശ്വരൻ നമ്മളെ സഹായിക്കും. ആ സഹായം നമ്മൾ എടുക്കണം. ഈ സമയത്ത് വേറെ എന്തെങ്കിലും കൃപ നമ്മൾ ഈശ്വരനിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുക, അത് വെറും തെറ്റിദ്ധാരണ. നമുക്ക് നമ്മുടെ കൺമുമ്പിലൊന്ന് തുറന്നു നോക്കുക. അമ്പലങ്ങളിലൊക്കെ ഭക്തർ കൂടി വരാണല്ലേ. ഈ ഭക്തരെല്ലാം ദുഃഖത്തിലാണെന്ന്. വീട്ടിലെ പ്രശ്നങ്ങളും നാട്ടിലെ പ്രശ്നങ്ങളിലും ശാരീരിക പ്രശ്നങ്ങളിലും സാമ്പത്തിക പ്രശ്നങ്ങളിലും ഇവർ ദുഃഖമാണ്. പള്ളികളോ മോസ്കുകളോ ഏത് ആരാധനാലയത്തിലും എടുത്തു നോക്കുക, ഭക്തരുടെ എണ്ണം കൂടും, ദുഃഖവും കൂടാണ്. ലോകത്തെ ദുഃഖങ്ങൾ കൂടി വരാണ്. എന്നിട്ട് എന്താ ദൈവം സഹായിക്കാത്തത്? ഇല്ല, അങ്ങനെ ഒരു കൃപ ദൈവം കാണിക്കുമെന്ന് തെറ്റിദ്ധരിക്കരുതേ. ദൈവം നമ്മളോട് കാണിക്കുന്ന കൃപ ഇതാണ്. ബാക്കി എല്ലാ കൃപയും പ്രകൃതി നമ്മളോട് കാണിച്ചിട്ടുണ്ടല്ലോ. നമ്മുടെ തോന്നിവാസം കൊണ്ട് നമ്മളെ നശിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈശ്വരൻ കാണിക്കുന്ന കൃപ ദുർബലനായ മനുഷ്യനെ ബലവാനാക്കാനുള്ള ജ്ഞാനവും യോഗവും പഠിപ്പിക്കും. ആ മാർഗത്തിലുള്ള തടസ്സങ്ങൾ നീക്കിത്തരാൻ ഈശ്വരൻ സഹായിക്കും. അതാണ് ഗീതയുടെ സമയത്ത് ഈശ്വരൻ കാണിച്ച കൃപ. അതാണ് ഗീതാജ്ഞാനത്തിന്റെ മഹത്വം എന്ന് മനസ്സിലാക്കി ഈ ലക്ഷ്യം നമ്മളൊന്ന് മുറുകെ പിടിക്കുക. ഏതൊരു സാഹചര്യത്തിലും പതറാത്ത, ഒലയാത്ത, കരയാത്ത, ആനന്ദചിത്തമായിരിക്കുന്ന ഒരു മനസ്സ് ഉണ്ടാക്കി എടുക്കണം. അത് സാധിക്കും. നമോസ്തുതേ വിഘ്നരാജാ നമസ്തേ. വിഘ്നരാജാ നമസ്തേ. നമോസ്തുതേ വിഘ്നരാജ
ഏണാംഗബിംബനനേ സരസ്വതി ഏണാംഗബിംബനനേ. പ്രിയമാനസാനി പോയി വരേണം പ്രിയയോടെന്തേ വാർത്തകൾ ചൊല്ല